$2 മില്യൺ സമ്മാനമായി ലഭിക്കാൻ വേണ്ടി 3 മത്സരാർത്ഥികൾ ഒരു നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ഒരു വീടിന് ചുറ്റും ഒളിച്ചിരിക്കണം. കേട്ടാൽ വളരെ സിമ്പിളായി തോന്നുമെങ്കിലും ആ ഒരു വസ്ത്രത്തിനുള്ളിൽ കാറ്റ് നിറച്ചത് കാരണം അത്ര എളുപ്പത്തിൽ അവരെ കൊണ്ട് ഒളിക്കാൻ സാധിക്കില്ല. കൂട്ടത്തിൽ പച്ച നിറത്തിലുള്ള ഒന്നാം മത്സരാർത്ഥി പെട്ടെന്ന് പുറത്തേക്കോടി പുറത്തുള്ള പുല്ലിൽ കിടന്നു നോക്കി. പക്ഷേ ആ വസ്ത്രത്തിലുള്ള കാറ്റ് കാരണം അവൻ എവിടെ കിടന്നാലും അവന്റെ ദേഹം പൊങ്ങി നിൽക്കുന്നു. അവന്റെ ബുദ്ധി ഉപയോഗിച്ച് അവൻ പെട്ടെന്ന് ഒരു വലിയ സ്റ്റാൻഡിന് മുകളിലേക്ക് വലിഞ്ഞു കയറി അവിടെയുള്ള ഒരു വലിയ മരത്തിന്റെ മുന്നിൽ നിന്നു. ആ മരത്തിന്റെ പച്ച നിറം കാരണം അത്ര പെട്ടെന്ന് അവനെ ആർക്കും കാണാൻ സാധിക്കില്ല. രണ്ടാമത്തെ മത്സരാർത്ഥിയായ ഈ ഒരു ചുവന്ന പയ്യൻ വീടിന് മുന്നിൽ കിടക്കുന്ന ഒരു ചുവന്ന കാറിനടുത്തേക്ക് ഓടി. പക്ഷേ അവന്റെ ദേഹത്ത് മുഴുവൻ കാറ്റായത് കാരണം അവന് ആ കാറിനകത്ത് കൊള്ളുന്നില്ല. സമയം പോകുന്നത് കണ്ട് ആകെ പാനിക്കായവൻ ചുവന്ന നിറത്തിലുള്ള എല്ലാ സാധനത്തിലും മുട്ടി നോക്കിയെങ്കിലും അതൊന്നും നടപടിയാകാതെ അവൻ കാറ്റിൽ പാറി നടക്കുന്ന ചുവന്ന നിറത്തിലുള്ള ഒരു കളിപ്പാട്ടം കണ്ടു. വേറെ വഴിയില്ലാതെ ആ ഒരു മണ്ടൻ കളിപ്പാട്ടത്തിന്റെ താഴെ നിന്ന് അവനും കാറ്റിൽ പറക്കുന്നത് പോലെ കാണിച്ചു. കൂട്ടത്തിലെ അവസാനത്തെ മത്സരാർത്ഥിയായ ഈ ഒരു പെൺകുട്ടി സെലക്ട് ചെയ്തത് കറുപ്പ് നിറമാണ്. അവൾ ഒട്ടും സമയം കളയാതെ കറുപ്പ് നിറം അന്വേഷിച്ച് നടന്ന് അവസാനം വീടിന് പിന്നിലുള്ള കുറച്ച് വേസ്റ്റ് ബിന്നിന്റെ അടുത്തേക്ക് ചെന്ന് വേസ്റ്റ് നിറച്ച കവർ പോലെ അവിടെ അനങ്ങാതിരുന്നു. അതിന്റെ സമയം തീർന്ന് നീല നിറത്തിലുള്ള വേട്ടക്കാരൻ അവരെ പിടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് എത്തി. പക്ഷേ ആദ്യം അവൻ കറുപ്പ് നിറത്തിലുള്ള ആ പെൺകുട്ടിയുടെ മുന്നിലൂടെ പോയെങ്കിലും അവളെ ആ പയ്യനെ കാണാൻ സാധിച്ചില്ല. കൂടാതെ അവൻ ആ പച്ച നിറത്തിലുള്ള പയ്യന്റെ മുന്നിലേക്ക് എത്തി. ആദ്യം അവനെ ആ പച്ച പയ്യനെ കാണാൻ സാധിച്ചില്ലെങ്കിലും അവൻ പെട്ടെന്ന് പിന്നിലുള്ള ഒരു ബിൽഡിങ്ങിന് മുകളിൽ കയറി. തൊട്ടടുത്ത നിമിഷം അവൻ ആ പച്ച പയ്യനെ കണ്ടു. കാരണം ആ ഭാഗത്തു നിന്നും നോക്കിയാൽ അവന്റെ പിന്നിൽ ആ മരമില്ല. അവനെ പൊക്കി 20 മിനിറ്റ് ബാക്കി നിൽക്കെ ആ ചുവന്ന കളിപ്പാട്ടം കണ്ട് ആകാംക്ഷ കാരണം വേട്ടക്കാരൻ അതിനടുത്തേക്ക് ചെന്ന് അതിന്റെ കാറ്റഴിച്ചു വിട്ടു. ആ ചുവന്ന പയ്യൻ അനങ്ങാതെ ആ കളിപ്പാട്ടത്തെ കെട്ടിപ്പിടിച്ച് കിടന്നെങ്കിലും വേട്ടക്കാരൻ അവിടേക്ക് വന്ന് അവന്റെ പൊങ്ങിയ ശരീരം കണ്ട് അതൊന്ന് ഞെക്കി നോക്കി. വിചാരിച്ചതുപോലെ അടുത്തതായി അവൻ ആ ചുവന്ന മണ്ടനെ പൊക്കി. പക്ഷേ വെറും 2 മിനിറ്റ് ബാക്കി നിൽക്കെ പിന്നിലുള്ള വേസ്റ്റ് ബിന്നിന്റെ നിറം കറുപ്പാണെന്ന് മനസ്സിലാക്കി അവൻ പെട്ടെന്ന് അവിടേക്ക് ഓടി ചെന്നു. ആ ഭാഗം മുഴുവൻ അരിച്ചു പെറുക്കി അവൻ ആ പെൺകുട്ടിയെ തട്ടി മാറ്റിയെങ്കിലും അവന് അവളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതിന്റെ സമയം അവസാനിച്ച് കറുത്ത നിറത്തിലുള്ള പെൺകുട്ടി ആ മത്സരത്തിൽ വിജയിക്കുന്നു.